നമസ്കാരം. ഇന്ന് നമ്മളിൽ പലരും ഇൻഷുറൻസ് എടുക്കുന്നവരാണ്, ഇൻഷുറൻസിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നവരാണ്. ഒരു കുടുംബത്തിൽ ഒരു ഇൻഷുറൻസ് എങ്കിലും ഉണ്ടാവണമെന്ന് വാശി പിടിക്കുന്ന പലരുമുണ്ട്. ഇൻഷുറൻസ് എപ്പോഴും നല്ലതാണ്. ഞാൻ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കൾ അല്ല, മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ചില മാതാപിതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടി കൂടി ജീവിക്കണം. കാരണം ഒരു ഇൻഷുറൻസ് എടുക്കുന്ന സന്ദർഭത്തിലെങ്കിലും നിങ്ങൾക്ക് മാത്രമായിട്ട് അത് എടുക്കണം. കാരണം ഒരുപക്ഷെ ഇൻഷുറൻസ് തുക മതിയാവും നിങ്ങളുടെ ജീവൻ എടുക്കാൻ. എന്ത് തന്നെയാലും ഞാൻ പറഞ്ഞു വരുന്നത് 22/12/2025 സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വാർത്തയാണ്. അതാദ്യം ഫേക്ക് ആണോ എന്ന് പോലും ചിന്തിച്ചു പോയി. എന്നാൽ ചിലരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് ഫേക്ക് ആവാനുള്ള സാധ്യത കുറവാണെന്നാണ് അവർ പറയുന്നത്. എന്നാലും ഈ വീഡിയോ ചെയ്യുന്ന സന്ദർഭത്തിൽ പോലും ഈശ്വര അതൊരു ഫേക്കായി മാറണേ എന്നുള്ളതാണ്. കാരണം അത്ര വേദന തോന്നിപ്പോയ വാർത്ത വായിച്ചു കഴിഞ്ഞപ്പോൾ. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലെ ഒരു സാധാരണ സ്കൂളിലെ ലാബിലെ അസിസ്റ്റന്റായി വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം തന്റെ മക്കളെ പൊന്നുപോലെ വളർത്തി വലുതാക്കി. അദ്ദേഹം EP ഗണേശൻ, 56 വയസ്സാണ് അദ്ദേഹത്തിന് ആ മക്കളെ വളർത്തി വലുതാക്കി കഴിഞ്ഞ് അദ്ദേഹം ഒരു ഇൻഷുറൻസ് എടുത്തപ്പോൾ അദ്ദേഹം എടുത്ത തുക 3 കോടി രൂപയുടെ ഇൻഷുറൻസ് ആണ് അദ്ദേഹം എടുത്തത്. 3 കോടി രൂപയുടെ ഇൻഷുറൻസ്. താൻ പൊന്നുപോലെ വളർത്തിയ ആ മക്കളുടെ ഉള്ളിൽ 3 കോടി രൂപ എന്ന് പറയുന്ന ആ ദുഷ്ട മനസ്സ് അതുമായി വളർന്നു. മക്കള് ഗൂഢാലോചന നടത്തി. അവസാനം അച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ഇട്ട് അവസാനം ഒരു വിഷപ്പാമ്പിനെ കൊണ്ട് ആ അച്ഛനെ കൊത്തിപ്പിക്കുകയായിരുന്നു. പക്ഷെ വിധിയോട് തോൽക്കാൻ തയ്യാറല്ലാത്ത ആ മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ വീണ്ടും 3 കോടി എന്നുള്ള ആ ചിന്ത, അച്ഛൻ തീർത്തും മരണപ്പെട്ടെങ്കിൽ മാത്രമേ ഈ തുക കൈക്കലാക്കാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വിഷപ്പാമ്പിനെ കൊണ്ട് കഴുത്തിൽ കൊത്തിപ്പിച്ചു. ആ മനുഷ്യൻ വേദന കൊണ്ട് കിടന്നു പുളയുന്ന സന്ദർഭത്തിൽ താൻ പൊന്നുപോലെ വളർത്തിയ ആ മക്കള് അച്ഛനെ ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാൻ തയ്യാറാവാതെ ആ പാമ്പിനെ തല്ലി വകവരുത്തുന്ന തിരക്കിലായിരുന്നു. കാരണം മനുഷ്യരുടെ മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ അതൊരു പാമ്പ് കൊത്തിയുള്ള മരണമാണെന്ന് കാണിക്കാൻ ഇൻഷുറൻസ് കമ്പനിക്കാരുടെ കൃത്യതയായിരുന്ന അന്വേഷണത്തിനൊടുവിൽ മനസ്സിലായി അത് ഒരു കൊലപാതകം ആണ് എന്ന്. ആ മക്കൾ ഇന്ന് ജയിലിനുള്ളിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇൻഷുറൻസ് ആയാലും എന്ത് തന്നെ ആയാലും നമുക്ക് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ ഓർക്കണം, നമ്മൾക്ക് വേണ്ടി കൂടെ ജീവിക്കണം എന്ന്. നമ്മൾക്ക് മാത്രമായി എന്തെങ്കിലുമൊക്കെ കരുതണം. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. കാരണം സ്വത്തിനു വേണ്ടി മാതാപിതാക്കളെ കൊല്ലുന്നവരും ലഹരിക്ക് അടിമയായവരും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇൻഷുറൻസിന് വേണ്ടി ബലിയാടാകുന്നത് അപൂർവങ്ങളിൽ അപൂർവങ്ങളാണ്. ചിന്തിക്കാം, വിലയിരുത്താം. ഇബ്രിയിൽ നിന്നും കുയിൽ നിസാർ. ബൈ.